ഹലോ, ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും അശ്വിനും ശ്രുതിയും തമ്മിൽ ചെറിയ ഒരു പോരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സുഖമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിന് ചെറിയൊരു കുറ്റബോധമുണ്ട്. അത്രത്തോളം ശ്രുതിയെ പറയാൻ പാടില്ലായിരുന്നു. ആ ഒരു ലാപ്ടോപ്പ് നശിപ്പിച്ചത് ശ്രുതിയാണെന്നും എന്നാൽ അത് തൻ്റെ ചേച്ചിയാണ് നശിപ്പിച്ചത് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു കുറ്റബോധവും ഇല്ലാതെ അത്രത്തോളം ശ്രുതിയെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത് എന്നുള്ളൊരു രീതിയിലാണ് അശ്വിൻ്റെ പെരുമാറ്റം. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു ട്വിസ്റ്റ് തന്നെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ സംഭവിക്കാൻ പോവുകയാണ്. ലാവണ്യയും ശ്രുതിയും ഒരിക്കലും ഒന്നിക്കത്തില്ല എന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ അവരുടെ ഇടയിലുള്ള ഒരു മാറ്റമാണ് എന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തൻ്റെ ആ ഒരു മാല നോക്കി അവിടെ ഫുള്ളും അഞ്ജലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മുത്തശ്ശി വിളിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി എന്തോ ഭയങ്കര കലിപ്പിലാണ് എന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അങ്ങനെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അഞ്ജലി മുത്തശ്ശിയുടെ റൂമിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ലാവണ്യ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലാവണ്യ ഒരുപാട് മുത്തശ്ശി വഴക്ക് പറയുന്നതാണ് അവിടെ കാണുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, ഈ റൂമിൽ ഞാൻ വൃത്തിക്കാണ് ഈ റൂം വെച്ചിരുന്നത്, എന്നാൽ ഈ റൂമിൽ വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാവണ്യ ഇവിടെ ഫുള്ളും വൃത്തിയാക്കിയതാണ്. പക്ഷേ ഞാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അവിടെ ഇല്ലാതെ പലയിടത്തും വലിച്ചു വരിയിട്ട് അലങ്കോലമാക്കിയാണ് അവൾ ഇവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ലാവണ്യയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നമ്മുടെ ലാവണ്യ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതിന് ശേഷം അഞ്ജലി ഉടനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി, ഞാൻ തന്നെ ഇതെല്ലാം അടുക്കി പറക്കി എവിടെയാണോ ഇരുന്നത് അതെല്ലാം ഒതുക്കി പറക്കി ഞാൻ വെച്ച് തരാം, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അതിലൊന്നും വീഴാനായിട്ടോ അല്ലെങ്കിൽ അതിലൊന്നും സമാധാനപ്പെടാനായിട്ടോ തയ്യാറല്ല. മുത്തശ്ശി പറഞ്ഞത് ലാവണ്യല്ലേ ഇവിടെ എല്ലാം വൃത്തിയാക്കിയത്, അപ്പൊ അവള് തന്നെ തിരിച്ച് അതേ സ്ഥാനങ്ങളിലെല്ലാം കൊണ്ടുവെക്കട്ടെ എന്ന് മുത്തശ്ശി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അങ്ങനെ ഒരു തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി കയറി വരികയും എന്നിട്ട് ശ്രുതി എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ആ ഒരു കുറ്റം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. താനാണ് ലാവണ്യയോട് പറഞ്ഞതെന്നും ഇതിൽ ലാവണ്യയ്ക്ക് ഒരു പങ്കുമില്ലാന്നും അല്ലെങ്കിൽ ലാവണ്യയുടെ ഭാഗത്ത് തെറ്റില്ലാന്നും ഈ ഒരു റൂം കുറച്ചുകൂടി ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് അവിടെ സാധനങ്ങൾ ഞാനാണ് മാറ്റിവെക്കാൻ പറഞ്ഞത്, ഇതിൽ ലാവണ്യൊന്നും പറയരുത് എന്ന് മുത്തശ്ശിയോട് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അതുവരെ മുത്തശ്ശി നല്ല ദേഷ്യത്തിൽ നിന്ന് മുത്തശ്ശി കുറച്ച് ശാന്തനായിട്ട് എല്ലാവരോടും റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുവാണ്. എനിക്ക് കുറച്ച് സമാധാനം വേണം എന്ന് പറഞ്ഞ് എല്ലാവരെയും ഇറക്കി വിടുകയും എന്നാൽ ശ്രുതി അവിടെ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്തു. എല്ലാവരും പോയതിനു ശേഷം ശ്രുതിയോട് പറയുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് എന്ന് എനിക്കറിയത്തില്ല. കാരണം മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനാണ് സ്വയം കുറ്റം ഏറ്റെടുക്കുന്നത്? അതിലെന്ത് ലാഭമാണ് നിനക്ക് കിട്ടുന്നത്? നീ ഇതിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്തായാലും ഇന്ന് ഞാൻ നിന്നോട് ക്ഷമിച്ചു, ഇനി എപ്പോഴും ക്ഷമിക്കും എന്ന് നീ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശി നമ്മുടെ ശ്രുതിയോട് ദേഷ്യപ്പെട്ടിട്ട് ശ്രുതിയെ ഇറക്കി വിടുവാണ്. എന്നാൽ ശ്രുതി ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ ലാവണ്യ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ദിവസം ശ്രുതിയോട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു കരുണയും കാണിക്കാതെ സംസാരിച്ച ലാവണ്യയ്ക്ക് കുറച്ച് മനസ്സലിവ് വരികയും അത്രത്തോളം സ്നേഹത്തോടെ ലാവണ്യ ശ്രുതിയോട് സംസാരിക്കുവാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ എന്നെ ഇങ്ങനെ രക്ഷിക്കുമെന്ന്. കാരണം അത്രത്തോളം മുത്തശ്ശി എന്നോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത കുറ്റമാണെങ്കിൽ പോലും നീ കുറ്റം സ്വയം ഏറ്റെടുത്തു, അതിൽ ഒരുപാട് സന്തോഷം. ഇനി എന്തായാലും നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അശ്വിനെയും ലാവണ്യ മാഡത്തിനെയും ഒന്നിപ്പിക്കുക, മുത്തശ്ശി നല്ല നിറമനസ്സോടെ നിങ്ങളെ സ്വീകരിക്കുക, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്ന് ശ്രുതി പറയുകയും അങ്ങനെ ലാവണ്യ ശ്രുതിക്ക് കൈ കൊടുക്കുകയും ഇനി നമുക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാനും കേട്ടോളാം, എന്തായാലും ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ലാവണ്യ പോയ സമയത്ത് ശ്രുതി ഇങ്ങനെ നോക്കുമ്പോഴാണ് ലാവണ്യയും ശ്രുതിയും കൂടി സംസാരിച്ചതെല്ലാം നമ്മുടെ അശ്വിൻ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ലാവണ്യയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മാറ്റം വന്നപ്പോൾ അശ്വിൻ തന്നെ ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. ഒരിക്കലും ഇങ്ങനെ ഒരാളോട് സോറി പറയുന്ന ആളല്ല ലാവണ്യ, പക്ഷേ ഇത്രയും പെട്ടെന്ന് അതും ശ്രുതിയോട് സോറി പറഞ്ഞ് നന്ദി പറഞ്ഞപ്പോൾ ലാവണ്യ അത്രത്തോളം ആ ഒരു മനസ്സിലായി. അപ്പോൾ അശ്വിന് തന്നെ തോന്നുന്നുണ്ട് ഞാൻ ഒരിക്കലും അവളോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന്. അങ്ങനെ ശ്രുതി വന്ന് നിൽക്കുകയും എന്നാൽ ശ്രുതി മാറിപ്പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അശ്വിൻ തടഞ്ഞിട്ട് ശ്രുതിയുടെ മുന്നിൽ വന്ന് നിൽക്കുവാണ്. ആ സമയത്ത് അശ്വിൻ്റെ മുഖത്തോട്
ദേഹത്തുള്ള ഒരു കുറച്ച് പൊടി പറ്റി നിൽക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് ലാവണ്യ വന്നിട്ട് അശ്വിൻ ആ പൊടിയൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹം കണ്ടിട്ട് ശ്രുതി അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിലും ലാവണ്യ സംസാരിക്കുന്നതൊന്നും കേൾക്കാനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല. ശ്രുതിയെ കാണണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ, അല്ലെങ്കിൽ ശ്രുതി ഇങ്ങനെ തെറ്റ് ചെയ്തെങ്കിൽ പോലും ഞാനും അവളോട് തെറ്റല്ലേ ചെയ്തത്, അതിനെ എന്നോടും ക്ഷമിക്കത്തില്ല, അങ്ങനെ ഒരു കുറ്റബോധത്തോടെയുള്ള രീതിയിലാണ് അശ്വിൻ അവിടെ നിന്നത്. അങ്ങനെ അവർക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറി ഏകദേശം ഓക്കെ ആയി വരുവാണ്. ഈ സമയത്ത് അഞ്ജലി അവിടെ പോയി ആ ഒരു മാലയൊക്കെ നോക്കുന്ന സമയത്ത് ശ്യാം വിളിക്കുകയും എന്നിട്ട് നീ മാല എടുത്തിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പം തന്നെ എടുത്തിടാം എന്ന് പറഞ്ഞ് മാല എല്ലായിടവും നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു നെക്ലേസ് മാല അവിടെ ഒന്നും കാണാനില്ല. അപ്പൊ ശ്യാമ പറയുവാണ് നീ എവിടെ കൊണ്ടുവച്ചു, അവിടെ എന്തായാലും കാണും, നീ എന്തായാലും നേരെ നോക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നോക്കുന്നുണ്ട്. നമ്മുടെ അഞ്ജലി അവിടെ എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ കാണാനില്ല. അങ്ങനെ അവസാനം ഈ ഒരു വിവരമെല്ലാം ലാവണ്യയോടും മനോരമയോടും എല്ലാവരോടും അഞ്ജലി വന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തിയത്, അതായത് മനോരമ കുറ്റപ്പെടുത്തിയത് ശ്രുതിയാണ്. ശ്രുതി ആ ഒരു മാല എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള ഒരു രീതിയിലാണ് മനോരമ അവിടെ എല്ലാവരെയും ആ ഒരു കുത്തി സംസാരിച്ചത്. അപ്പോൾ മുത്തശ്ശിയും അഞ്ജലിയും പറയുന്നുണ്ട് അങ്ങനെയൊന്നും അവൾ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മനോരമ അതൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അവസാനം ശ്രുതി പറയുവാണ് എൻ്റെ ബാഗ് അല്ലേ നിങ്ങൾക്ക് പ്രശ്നം, എൻ്റെ ബാഗ് ധൈര്യമായിട്ട് നോക്കിക്കോളൂ, എൻ്റെ ബാഗിനകത്ത് ആ ഒരു നെക്ലസ് മാലയോ ഒന്നുമില്ല, ഞാൻ അങ്ങനെ എടുക്കുന്ന ആളല്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. പക്ഷെ മനോരമയ്ക്ക് ഇപ്പോൾ ശ്രുതിയുടെ ബാഗ് കണ്ടേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ ശ്രുതി ആ ബാഗൊക്കെ എടുത്ത് ആ ഒരു ബാഗിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ ശ്യാമു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ശ്രുതിയെ ഇപ്പൊ തന്നെ കൈയോടെ പിടിച്ചു കാണും, ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ശ്രുതിയെ കൈകൊണ്ട് പിടിക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്യാം അഞ്ജലിയെ വിളിക്കുമ്പോൾ ആ സമയം അമ്മായി കയറി വരികയും എന്നാൽ ഇന്ന് എന്തായാലും ശ്രുതി ആ വീട്ടിൽ നിന്ന് പുറത്താകും, പിന്നെ ശ്രുതിക്ക് പേടിക്കേണ്ട ആവശ്യം കാണത്തില്ല, ഞാൻ ശ്രുതിയുടെ കൂടെ കാണും എന്നുള്ളൊരു വിശ്വാസത്തില് അവിടെ ജിലേബിയും പായസവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്യാമു ഭയങ്കര തിടുക്കം കൂട്ടുന്നുണ്ട്. ഈ സമയം എല്ലാ സാധനങ്ങളും ഓരോ സാധനങ്ങളും എടുത്തെടുത്ത് വെക്കുന്ന കൂട്ടത്തില് ശ്രുതിക്ക് കയ്യിലൊരു ചുമന്ന പട്ട് ചുറ്റൊരു തുണി പോലത്തെ ഒരു സംഭവം കിട്ടി. അതിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെ ശ്രുതിയെ നോക്കി നിൽക്കുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ശ്രുതിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാം ശ്രമിച്ചത്. എന്നാൽ ശ്യാമിന്റെ ഈ ഒരു ചതി പുറത്താകുമോ? അങ്ങനെ ശ്യാമിന്റെ ചതി പുറത്തായി കഴിഞ്ഞാൽ അശ്വിൻ എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? അഞ്ജലി ശ്യാമിന്റെ ഈ ഒരു വഞ്ചന മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അഞ്ജലി എന്ത് നീക്കമായിരിക്കും നടത്താൻ പോകുന്നത്? എന്തായാലും ശ്രുതി ഈ ഒരു ചതിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടുമോ അതോ രക്ഷപ്പെടത്തില്ലേ? ശ്രുതിയെ ഇനി രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരുമോ എന്നൊക്കെ ഇപ്പൊ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.